മാന്യപ്രേക്ഷകർക്ക് ന്യൂസ് ബിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിശിഷ്ടാതിഥി ശരിക്കും മലയോരത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ കെ കെ കൃഷ്ണൻ. അവർ മുൻ പെരിങ്ങോമേക്കര പഞ്ചായത്ത് പ്രസിഡന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിക്കും പറഞ്ഞ ആചാര്യൻ തന്നെയാണ്. അദ്ദേഹത്തോട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചല്ല, നമ്മുടെ നാട്ടിലെ അനുഭവത്തെക്കുറിച്ച്, പഴയകാലത്തെ കമ്മ്യൂണിസത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമസ്കാരം കൃഷ്ണേട്ടാ. നമസ്കാരം. ഇപ്പം രാഷ്ട്രീയമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പ്. രാഷ്ട്രീയം ഞാൻ വീട്ടിലിരിക്കും, രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, ബന്ധപ്പെട്ടവരെ വിളിക്കും, കാര്യങ്ങൾ ചർച്ച ചെയ്യും. പുറത്ത് പോകുന്നില്ല? പുറത്തു പോലെ അത്യാവശ്യമായ ചില മീറ്റിങ്ങിൽ അവരെ വിളിക്കും, അതിന് ഞാൻ പോവും. ഇപ്പം നിലവിൽ ഭാരവാഹിത്വം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഞാനിപ്പോൾ ബ്രാഞ്ചിലെ മെമ്പറാണ്. ബ്രാഞ്ച് മെമ്പറാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഭരണമാണല്ലോ. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ഭരണകാലഘട്ടത്തെക്കുറിച്ചും പണ്ട് നിങ്ങൾ സജീവമായി പ്രവർത്തിച്ചൊരു കാലമുണ്ട്, നടന്നു പോയ രാഷ്ട്രീയം നടത്തിയൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അതിപ്പോൾ ആ കാലഘട്ടത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ലല്ലോ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ജനങ്ങൾ മാറാതിരിക്കാനേ കഴിയില്ല. എല്ലാത്തിനും മാറ്റമുണ്ട്. അപ്പോൾ ജനങ്ങൾ മാറും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും അതുമായി യോജിച്ച പോലെ പോകണം. നമ്മൾ പഴയടുത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ അതൊരു ശരിയല്ല. പുതിയ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം. അല്ല, ഞാൻ ചോദിച്ചത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ ആ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ മാറ്റങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയ നിലപാട് പാർട്ടി ഭിന്നിച്ചപ്പോൾ 1964 ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കണം. അതിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ നടത്തണം. അതിലൂടെ സോഷ്യലിസത്തിലേക്ക് പോകണം. ആ പരിപാടി തന്നെയാണ് ഇപ്പോഴും. അത് 1991 ചെറിയ ഭേദഗതി, അതിൻ്റെ സാരാംശത്തിലൊന്നും മാറ്റം വരാതെ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ നിലനിന്ന് പോകുന്നത്. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിൽ സന്തോഷമുണ്ട്. അതെ, നമ്മൾ ചോദിച്ചത് വിശദമായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് രീതി, ശരിക്കും പറഞ്ഞാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരും പുതിയ കമ്മ്യൂണിസ്റ്റുകാരും എന്നുള്ളൊരു വ്യത്യാസം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കൃഷ്ണൻ എങ്ങനെ ഉൾക്കൊള്ളുന്നത്? പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കാലഘട്ടത്തിനനുസരിച്ച് അന്ന് അതേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. പാർട്ടി ഇന്ന് വളരെയധികം മുന്നോട്ട് വന്നു, ശക്തിപ്പെട്ട പാർട്ടി. അങ്ങനെയുള്ള പാർട്ടി ഇപ്പോഴും ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തി അളക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിന് ഇന്നത്തെ കാലഘട്ടത്തിലും നല്ല തിളക്കമാണ്. എൻ്റെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഓരോ വസ്തുതകളും വെച്ച് തട്ടിച്ച് പരിശോധിച്ച് നോക്കിയാൽ അത് 100% ശരിയാണ്. അപ്പോൾ കൃഷ്ണേട്ടൻ രാഷ്ട്രീയം തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഞാൻ തുടങ്ങിയത്, എൻ്റെ രാഷ്ട്രീയം തുടങ്ങിയത് പറഞ്ഞാൽ അത് വളരെ വലിയ നീണ്ടൊരു കഥയാണ്. 1948 52 വരെ കടുത്ത ക്രൂരമായ മർദ്ദനം നടന്ന കാലമുണ്ടാവുക. ഞാനന്ന് വളരെ ചെറുതാണ്, വളരെ ചെറുത്, ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെയാണ് എനിക്ക്. അന്നത്തെ കാര്യം പോലും എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഞാനന്ന് കാണുന്നത് ഈ MSPക്കാരുടെ ക്രൂരമായ മർദ്ദനം, എല്ലാം അടിച്ചു പൊളിക്കുക, പുരുഷന്മാരെ മുഴുവനും കടുത്ത മർദ്ദനത്തിന് വിധേയമാക്കുക കമ്മ്യൂണിസ്റ്റുകാരെ. എൻ്റെ നാടന്ന് കൊഴുമലാണ്, കരുവള്ളൂർ പെരളം കൊഴുമൽ നാട്. ആ വില്ലേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതിൽ ചേർത്ത് നിന്നിട്ടുണ്ട് കരുവള്ളൂർ പോലീസ് സ്റ്റേഷനുണ്ട്. കരുവള്ളൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കൊഴുമലേക്ക് വരാൻ കിഴക്കോട്ട് ചെരിഞ്ഞ ഒരു ചെറിയൊരു കുന്നുണ്ട്. അത് രാവിലത്തെ സൂര്യപ്രകാശം ഇതിനെ അടിക്കുമ്പോണ്ടല്ലോ, ഇവരെ ഈ നമ്പർ, ഇവരെ തൊപ്പിക്കുള്ള നമ്പർ, ചുമലിലെ നമ്പറുണ്ടല്ലോ, അത് കണ്ണ് അറച്ചു.
അതല്ല എനിക്ക് നേരെ വന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് അമ്പുസറാപ്പൻ്റെ വീട് കത്തിച്ചു. എൻ്റെ അച്ഛൻ്റെ അനിയൻ കണ്ണാട്ട് കോയിനാരെന്ന് പറഞ്ഞ ആൾ, അയാളുടെ വീട്ടിലെ ചെമ്പും ബട്ടിലും എല്ലാം പാത്രങ്ങളെല്ലാം എടുത്ത് കിണറിലിട്ട് അടിച്ച് പൊട്ടിച്ച് തകർത്ത്, പിന്നെ അങ്ങനെയുള്ള സകലമാന ലൂട്ടി. സ്ത്രീകൾ മാത്രമേ വീട്ടിലുണ്ടാവൂ, പുരുഷന്മാരെല്ലാം ഒളിവിലാണ്. 1946 കരിവള്ളൂർ സമരത്തിൻ്റെ മുതൽ ഇങ്ങോട്ട് 48 പിന്നെ പുത്തൂർ പുന്നക്കോട കുഞ്ഞമ്പൂവിൻ്റെ വെടിവെച്ച് കൊന്നത് മുതൽ ഇങ്ങോട്ട് മുനയംകുന്ന് രക്തസാക്ഷികൾ, മുനയംകുന്ന് സംഭവത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ കൊടുമ്പലുണ്ട്, കരുവള്ളൂരുണ്ട്, പയ്യന്നൂരുണ്ട്, കുറ്റൂർ, പിന്നെ കോറോ, ആലപ്പുറമ്പ്. കൃഷ്ണനായിട്ട് മർദ്ദനേറ്റിട്ടുണ്ടോ? ഞാൻ അന്ന് ചെറിയതല്ലേ. അതിന് ശേഷവും അതിനുശേഷമോ മർദ്ദനം ഉണ്ട്. പോലീസ് ലോകപ്പിൽ മർദ്ദനുണ്ട്. ജയിലിൽ കിടന്നിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടുണ്ട്. എത്ര കാലം? ജയിലിൽ പലതവണകളായിട്ട് 6 മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു കൊലക്കേസിൽ പെടുത്തി കള്ളക്കേസെടുത്ത് അതിന് ഞാൻ 3 മാസം അങ്ങനെ കിടന്നു. അപ്പോൾ ജയിലിൽ പീഡനങ്ങളോ ഇതൊക്കെ ഉണ്ടായിരുന്നു? ജയിലിൽ പീഡനമില്ല. ജയിലിലെത്തുന്നതിന് മുമ്പ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ പിന്നെ ആണ് അടി. ജയിലെത്തി അടിയില്ല. ജയിലിൽ കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ ജയിൽ നിയമങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ നിലക്ക് നമ്മൾ പോയിട്ടുണ്ട്. കൂത്തുപറമ്പ് സംഭവത്തിൽ 95 ഞാൻ അവിടെ പോയിട്ടുണ്ട്, ജയിലുണ്ടായിനി. അന്ന് തന്നെയാണ് പയ്യന്നൂരിൽ ഒരു കൊലക്കേസിൽ ഞാൻ പ്രതിയായത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാനൊരു വാർഡിൻ്റെ ലീഡറാണ് ജയിലിൽ. അപ്പോൾ അവിടെ ജയിലിൽ താമസിക്കുന്നവരോട് പ്രസംഗിക്കലും ക്ലാസ് എടുക്കലും ഇതെല്ലാം എൻ്റെ ജോലിയാണ്. വായിക്കാൻ ആവശ്യമായ പുസ്തകം കൊണ്ടുപോകും. പിണറായിയുടെ ഭരണകാലത്തെക്കുറിച്ച് എന്താ പറയുക? പിണറായിയുടെ ഭരണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ കൃത്യമായ, ഏറ്റവും സത്യസന്ധമായ, വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1957 EMSൻ്റെ ഗവൺമെൻറ് ഈ കേരളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി. അത് 57 ഗവൺമെൻറ്റല്ല, 1956 തൃശ്ശൂരിൽ വെച്ച് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയമാണ് 57 തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അത് വെച്ചിട്ടാണ് ജയിച്ചത്. പക്ഷേ ആ ഗവൺമെൻറ്റിനെ നിലനിൽക്കാൻ അനുവദിച്ചില്ല, പിരിച്ചുവിട്ടു. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് EMSനെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായം അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പവും അത് ഈ നെഹ്റുവാണോ എന്ന് തോന്നിപ്പോവും. EMSനെ വല്ലാത്ത നിലയിലാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞത്. വിക്കി പറയുന്ന മലയാളിയായ ഒരു യുവാവ് കറുത്തുനിന്ന് നീളം കുറഞ്ഞ പകുതി വാക്കുകളും ഉള്ളിലേക്ക് വിഴുങ്ങിയിട്ട് സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ബുദ്ധി അപാരമാണ് എന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് EMSനെ സംബന്ധിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്ന ആ കാലത്ത്. അപ്പോൾ കൃഷ്ണനോട് കാര്യങ്ങൾ ചോദിച്ചു. കുറേ അറിയപ്പെടാത്ത കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, ജീവിതാനുഭവങ്ങളടക്കം നമ്മളോട് പറഞ്ഞു.
അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കാം.